ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് ഇഫ്താറിനാണെങ്കിലും പെരുന്നാളിനാണെങ്കിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ പലതരത്തിലുള്ള ഡ്രിങ്കാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നല്ല റിച്ച് ആയിട്ടുള്ളതും വെറും സിമ്പിളായിട്ടുള്ളതും വെറൈറ്റി ആയിട്ടുള്ളതും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. അതുപോലെ ഇതിൽ കാണിക്കാത്ത കുറച്ച് ഡ്രിങ്കിൻ്റെ റെസിപ്പിയും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, മുമ്പ് ചെയ്തത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ അതും കൂടി നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ക്യാരറ്റ് വെച്ചിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 4-5 ക്യാരറ്റ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇനി. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് സെയിം ഇതുപോലെ തന്നെ ബീട്രൂട്ട് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ വേവിച്ചെടുത്തിട്ട് അപ്പോൾ ഇതിൽ അതിന് പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒന്ന് സാധാ നമ്മൾ വേവിച്ചെടുക്കുന്ന പോലെ പാകത്തിനുള്ള വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്, പാകത്തിന് വെന്ത് അടയുന്ന പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ ഒരു വെള്ളം നമ്മൾ കളയുന്നില്ല കേട്ടോ, ഈ ഒരു വെള്ളം കൂടെ ചേർത്തിട്ടാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അരക്കാൻ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി, ബാക്കിയുള്ളത് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര അരക്കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കാം. എത്രത്തോളം നമുക്ക് തിക്നെസ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഐസ്ക്രീം വേണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഞാനിപ്പോൾ ഐസ്ക്രീം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് തണുപ്പിച്ച് സെർവ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. ക്യാരറ്റ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ക്യാരറ്റ് എന്ന് പറയത്തില്ല കേട്ടോ, ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ സെയിം ബീട്രൂട്ട് വെച്ചിട്ട് ചെയ്യുമ്പോഴും സെയിം ആണ്. വേവിച്ചെടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പെരുന്നാളിനൊക്കെ നമ്മൾ ക്യാരറ്റൊക്കെ വേവിച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം ഇതുപോലെ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കസ്റ്റാർഡ് വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. നമ്മൾ സാധാ ചെയ്യുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം കസ്റ്റാർഡ് പൗഡർ നമുക്ക് കുറച്ച് പാലിലൊന്ന് കലക്കി മാറ്റി വെക്കാം. 5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡാണ്. ഇനി ഇതിലോട്ട് കുറച്ച് പാൽ, ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത്, 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. 1 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ പാലിൽ നിന്നും കുറച്ച് പാൽ ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് കലക്കി മാറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ള പാൽ ഒന്ന് തിളക്കാനായിട്ട് വെക്കാം. അപ്പോൾ ബാക്കിയുള്ള പാൽ മൊത്തത്തിൽ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നീട് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഏകദേശം 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ട് ഇങ്ങനെ തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു കസ്റ്റാർഡിൻ്റെ കൂട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. പിന്നെ നമുക്കിനി ഒരു കാര്യം കൂടെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് ഇനി വേണ്ടത് 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസാണ്. ഇതിപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചൈന ഗ്രാസ് 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ഈ ഒരു അളവിൽ എടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലോട്ട് ഇനി 2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. 10 ഗ്രാം ചൈന ഗ്രാസിന് ഈ ഒരു സമയത്ത് 1 കപ്പ് വെള്ളവും ഇനി മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ 2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. സാധാരണ 4 കപ്പ് വെള്ളമാണ് 10 ഗ്രാം ചൈന ഗ്രാസിൻ്റെ കണക്ക്. പക്ഷേ ഇതിലോട്ട് നമുക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടാനൊക്കെ 3 കപ്പ് വെള്ളമാണ് കേട്ടോ മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുള്ളത്, കുതിരാൻ വേണ്ടിയിട്ടും ഇതിലോട്ട് ചേർക്കാനായിട്ടും. ഇനി ഒരിച്ചിരി പഞ്ചസാരയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും ഇതിലോട്ട് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇതുപോലെ ടൈഗർ ബ്രാൻഡിൻ്റെ പിസ്ത എസൻസ് ഒരു 2 ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിസ്ത വേണ്ടാന്നുണ്ടെങ്കിൽ സ്ട്രോബെറി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്ട്രോബെറി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പിസ്തയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ നല്ലോണം തിളക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണമെങ്കിലും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ എന്തായാലും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂടാറിയതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട്. 1 മണിക്കൂർ 1-2 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റാം കേട്ടോ. ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറൊക്കെ കൊണ്ട് നല്ലോണം സെറ്റായി കിട്ടാറുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റിയാൽ മതി. ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതിന് ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിട്ടുള്ള ഈ ഒരു കസ്റ്റാർഡിൻ്റെ കൂട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് തന്നെ ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമുക്കിത് 2 രീതിയിലും സെർവ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ചെയ്താൽ സൂഫ്ലായിട്ടും അതുപോലെ ഡ്രിങ്കായിട്ടും. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. 1/2 ടിന്നോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതിലോട്ട് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ആപ്പിളാണ് കേട്ടോ. ഒരു ചെറിയ ആപ്പിളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ബദാം, കാഷ്യൂ അതുപോലെ പിസ്ത എല്ലാം കൂടെ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിസ്ത കുറച്ച് കൂടുതൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ഫ്ലേവറാണ്. കാഷ്യൂ ബദാമൊക്കെ കുറച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഐസ്ക്രീമാണ്. ഇതാണ് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 3 സ്കൂപ്പോളം ഐസ്ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ കസ്കസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചൈന ഗ്രാസില്ലേ, അതും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇത് സൂഫിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഡ്രിങ്ക് ആക്കി എടുക്കാം. അപ്പോൾ അതായത് ഇപ്പോൾ ചൈന ഗ്രാസ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. സൂഫിലേക്കാണെങ്കിൽ കുറച്ച് വലിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നിങ്ങൾ ഡ്രിങ്കായിട്ട് സെർവ് ചെയ്യുമ്പോൾ നല്ലോണം ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ കസ്റ്റാർഡും അതുപോലെ മിൽക്ക് മെയ്ഡും ഐസ്ക്രീമും എല്ലാം കൂടെ വരുമ്പോൾ പിസ്ത പൊടിച്ചത് എല്ലാം ചേർത്ത് വരുമ്പോൾ പറഞ്ഞൊരു ടേസ്റ്റാണ്. ടെൻഡർ കോക്കനട്ട് നമ്മൾ ഇതുപോലെ ചൈന ഗ്രാസൊക്കെ ഇതുപോലെ ചെയ്തിട്ട് സൂഫിലായിട്ടും ഡ്രിങ്കായിട്ടൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് കേട്ടോ ഇത്. ആരെങ്കിലും ഇതുപോലെ ചെയ്യാറുണ്ടോ എന്നറിയില്ല. ഞാൻ എൻ്റെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. അപ്പോൾ ഞാനിത് കുറച്ച് വലിയ പീസായിട്ട് ആദ്യം കട്ട് ചെയ്ത് ഇട്ട് വെക്കുന്നുണ്ട്. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ട് പിന്നീടാണ് ഞാനിത് ഡ്രിങ്കാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ കുറച്ച് ഫ്രിഡ്ജിൽ അങ്ങനെ സ്ഥലമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കട്ടിയാക്കി ഇതുപോലെ കുറച്ച് തിക്കായിട്ട് വെച്ചിട്ട് പിന്നെ ആവശ്യാനുസരണം പാല് ചേർത്തിട്ട് ലൂസാക്കി എടുത്താൽ മതി. തിളപ്പിച്ച് ചൂടാറിയ പാല് അല്ലെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് സൂഫിലായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് കേട്ടോ ഇത്. ഈ ഒരു കസ്റ്റാർഡ് വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നോക്കുക. ഒരു പ്രാവശ്യം ട്രൈ ആക്കിയിട്ട് എന്തെങ്കിലും പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ഡ്രിങ്ക് സൂഫ്ല തന്നെയാണിത്. ഇനി നമുക്കിത് ഡ്രിങ്കാക്കി എടുക്കാനായിട്ട് ഒന്നുമില്ല. ഇതിന് പാലും ആവശ്യാനുസരണം നമുക്ക് പാലാണോ അല്ലെങ്കിൽ പാലും കുറച്ച് വെള്ളവും കൂടെ രണ്ടും കൂടെ ചേർക്കാം കേട്ടോ. മൊത്തത്തിൽ വെള്ളം തന്നെയല്ല, പാലും ചേർത്ത് കൊടുക്കുക. അതുപോലെ വേണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഒരുപാട് ലൂസല്ല, നമുക്ക് കുടിക്കാൻ പാകത്തിന്. ഞാൻ ഇത്രയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബാക്കിയുള്ളത് ഡ്രിങ്കാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് തിളപ്പിച്ച് ചൂടാറിയ പാല് ചേർത്ത് കൊടുക്കാം. തണുപ്പിച്ച പാലാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. അതുപോലെ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, നമുക്ക് എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി, പാലാണെങ്കിലും വെള്ളമാണെങ്കിലും. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചൈന ഗ്രാസ് കുറച്ച് ബാക്കിയുണ്ട് സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ അതും കൂടെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കസ്കസ് കുതിർത്തതും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1-2 സ്പൂണ്. ഇനി ഇത് നല്ലോണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രിങ്കിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെരുന്നാളിനാണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡ്രിങ്ക് തന്നെയാണ്. അങ്ങനെ ഒരുപാട് പണിയൊന്നുമില്ല, പക്ഷേ സംഭവം വെറൈറ്റിയാണ്. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. ഇനി ഇതാ തണ്ണിമത്തം വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഡ്രിങ്കാണ് കേട്ടോ ഇനി ഷെയർ ചെയ്യുന്നത്. ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം പകുതി വത്തക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള അല്ലെങ്കിൽ കുറച്ച് വലിയ വത്തക്കയാണെങ്കിലും അതിൻ്റെ പകുതി എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറുതാക്കിയിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് നല്ലോണം ചെറുതാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം ചെറുതാക്കിയിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഒന്ന് ക്രഷാക്കി എടുക്കുന്നുണ്ട്, കുറച്ചും കൂടെ ചെറുതാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു പകുതി നാരങ്ങയോളം നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഒരു 3 അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ തിളപ്പിച്ച് ചൂടാറിയ പാലാണ് 1.5 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് റുഅബ്സ സിറപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള 1 ടീസ്പൂൺ റുഅബ്സ സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു കളറും കിട്ടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിത് പഞ്ചസാര കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഇതുപോലെ സെർവ് ചെയ്തിട്ടാണ് ഇതിലോട്ട് ഇനി മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ രണ്ടും കൂടെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്തിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനതും കൂടി കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി കേട്ടോ, തണുപ്പിച്ച് സെർവ് ചെയ്താൽ മതി. അപ്പോൾ സംഭവം വരഞ്ഞൊരു ഫ്ലേവറാണ് എല്ലാം കൂടി ഇതിലോട്ട് വരുമ്പോൾ. റുഅബ്സ സിറപ്പും മിൽക്ക് മെയ്ഡും നാരങ്ങ നീരും എല്ലാം കൂടി വരുമ്പോൾ വരഞ്ഞൊരു ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ സൈഡിലോട്ട് ഒരിച്ചിരി റുഅബ്സ സിറപ്പ് ഇതുപോലെ ഇങ്ങനെ ഡ്രോപ്പാക്കി കൊടുക്കുക കേട്ടോ സൈഡിൽ. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണിത്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ, ഓപ്ഷനലാണ്. എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഒരിച്ചിരി കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് നമുക്ക് മുകളിലോട്ട് സൈഡിലോട്ടൊക്കെ ഒരു ഇച്ചിരി ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് സ്ട്രോബെറി വെച്ചിട്ട് ഒരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് അതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാമോളം സ്ട്രോബെറി ഒന്ന് കഴുകി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്തിട്ട് ആദ്യം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഐസ്ക്രീമാണ്. ഇതാണ് മെയിനായിട്ടുള്ള താരം. ഇതിലേക്ക് 1 കപ്പോളം ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വനില ഫ്ലേവർ അല്ലെങ്കിൽ ബട്ടർ സ്കോച്ച് എടുക്കാം. ഇനി പഞ്ചസാര പാകത്തിന് ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണ്ടത് പാലാണ്, സദാ പശുവിൻ പാല്. എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഐസ്ക്രീമും സ്ട്രോബെറിയും ഒക്കെ ചേർന്ന് വരുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് പാലൊന്നും ചേർക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യം ഒരു ബ്ലെൻഡറിലോട്ട് ഞാനിവിടെ ഒരു 10 പുതിന ലീഫ് അതുപോലെ ഒരു 1/4 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിന ലീഫൊക്കെ കഴുകി എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/4 കപ്പ് ടാങ്കിൻ്റെ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ലെമൺ ഫ്ലേവറിലുള്ള ടാങ്കിൻ്റെ പൗഡറാണ്. അതുപോലെ 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒരു 4 ഗ്ലാസ് അല്ലെങ്കിൽ 5 ഗ്ലാസ് വരെ നമുക്ക് സെർവ് ചെയ്യാനുള്ള അളവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെള്ളം ആദ്യം കുറച്ച് ചേർക്കുന്നെങ്കിൽ കുറച്ച് ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ബാക്കി പിന്നീട് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ മൊത്തത്തിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു മീഡിയം സൈസിലുള്ള ഒരു 5 ഗ്ലാസ്സൊക്കെ നമുക്ക് സെർവ് ചെയ്യാം. വലിയ ഗ്ലാസ് ആണെങ്കിൽ 4 ഗ്ലാസ് ആ ഒരു രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരുപാട് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പുതിനയൊക്കെ ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി. അങ്ങനെ അരച്ചെടുക്കണ്ട. എന്നിട്ട് അരിപ്പയിൽ അരിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂൺ അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ചേർത്ത് കൊടുക്കാം.
1 ടേബിൾ സ്പൂൺ മതിയെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല തണുപ്പിച്ച് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ പൗഡറിന് പകരം നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള ലെമൺ ചേർത്ത് കൊടുക്കാം. 1.5 ലെമനൊക്കെ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ലെമൺ ഫ്ലേവറിന് പകരം ടാങ്കിൻ്റെ പൗഡർ നിങ്ങൾക്ക് വേറെ ഫ്ലേവർ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ലെമൺ മിൻറ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. നമ്മൾ നാരങ്ങ വെച്ച് ചെയ്യുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മാംഗോ വെച്ചിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 നല്ല പഴുത്ത മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരും. പിന്നെ നമുക്കിതിലോട്ട് വെള്ളം ഏകദേശം 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരു 1.5 ഗ്ലാസ് വെള്ളമൊക്കെയാണ് ആദ്യം ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്കിതിലോട്ടിന് വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് മൊത്തത്തിലൊരു മീഡിയം സൈസിലുള്ള ഒരു 4 ഗ്ലാസ് ഉണ്ടാക്കിയെടുക്കാനുള്ള അളവാണ്. അപ്പോൾ ഞാനിത് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഡ്രിങ്ക് പാലൊന്നും ചേർക്കാതെ നമുക്ക് ഇങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 4 ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സിൽ 4 ഗ്ലാസ് ഉണ്ടാക്കിയെടുക്കാനുള്ള അളവാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.